നിങ്ങൾക്ക് മറുപടി പറയാം. ശാന്തമായി ചോദിച്ചാൽ മതി. ഞാൻ മറുപടി പറയാം. ഞാൻ പറയുന്നത് എന്നിട്ട് മുന്നണിക്കകത്ത് തന്നെ തർക്കം ഉണ്ടായി ഇതൊക്കെ നിഷേധിക്കാൻ പറ്റുമോ? എന്നിട്ട് PMC പദ്ധതിയെക്കുറിച്ച് ഇപ്പം ഞങ്ങളെ വിമർശിക്കുകയാണ്. എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഇത്രയും കാലം ദീർഘകാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മതേതര പക്ഷത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന പിണറായി വിജയൻ, അദ്ദേഹത്തിന് ഇതിന്റെ അപകടം അറിയില്ലാഞ്ഞിട്ടാണോ? അദ്ദേഹത്തിന് ഇതിന്റെ ആഴം അറിയില്ലാഞ്ഞിട്ടാണോ? അദ്ദേഹത്തിന് PMC എന്ന പദ്ധതി കൊണ്ട് ഈ നാടിനുണ്ടാകാൻ പോകുന്ന തകർച്ച അറിയില്ലാഞ്ഞിട്ടാണോ? എന്നിട്ട് ഞാൻ ഒരു സമയമുണ്ടല്ലോ, നിങ്ങൾക്ക് പറയാനുള്ള അവസരം ഉണ്ടല്ലോ. നിങ്ങൾക്ക് അന്നേരം പറയാൻ എന്തിനാണ് ബഹളം കൂട്ടുന്നത്? ഇത് പണ്ടിങ്ങനെയായിരുന്നു സാർ. ഇവരോട് ബഹളം വെച്ച് പ്രസംഗം ഇല്ലാതാക്കണം. കഴിഞ്ഞ വട്ടം ഒരുപാട് വട്ടം എന്റെ പ്രസംഗം തടസ്സപ്പെടുത്തി പ്രസംഗം പൂർത്തീകരിച്ചില്ല. അത് മാത്രമല്ല, ഇവിടെ എന്താണ് മൈക്ക് ഓഫ് ചെയ്യില്ലായിരിക്കും. അങ്ങായതുകൊണ്ട് മൈക്ക് ഓഫ് ചെയ്യില്ലാന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പണ്ട് ഇതുപോലെ ബഹളം വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി രണ്ടാമത്തെ, അതുകൊണ്ട് കേരളത്തിന്റെ പൊതുബോധത്തിനെതിരെ ഇരുട്ടിന്റെ മറവിൽ രാഷ്ട്രീയം കൊണ്ടുവന്നത് പിണറായി വിജയനും LDF ആണെന്ന് നിങ്ങൾ വിസ്മരിക്കരുത്. എന്നിട്ട് അതിന്റെ പേരിൽ ഞങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടാൻ നിൽക്കുന്നു. രണ്ടാമതൊരു കാര്യം, കഴിഞ്ഞ ദിവസം ഞാൻ ബഹുമാന്യനായ പഴയ നമ്മുടെ എക്സൈസ് മന്ത്രിയുടെ ഒരു ഭയങ്കര ആരോപണം അദ്ദേഹം കൊണ്ടുവന്ന് ഞാൻ കേട്ടു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ വീര്യം കുറഞ്ഞ മദ്യം കൊണ്ടുവരാനുള്ള ടാക്സ് അവസാനിപ്പിക്കും. ഈ സെഷനിൽ ഒരു മേഡൻ സ്പീച്ചാണല്ലോ, അപ്പൊ സ്വാഭാവികമായിട്ടും. അപ്പോൾ അദ്ദേഹം പറയാണ് അതിൻ്റെ അകത്ത് അഴിമതി ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കുറച്ചു പേര് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഈ വീര്യം കുറഞ്ഞ മദ്യം എന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ആരാ? അദ്ദേഹം തന്നെ ഇതേ സീറ്റിലിരുന്ന് കൊണ്ടുവന്ന നിയമനിർമ്മാണമായിരുന്നു. അന്നത്തെ എക്സൈസ് മന്ത്രി കൊണ്ടുവന്ന നിയമമാണ്. അപ്പൊ എനിക്ക് തോന്നിയത് ആ സമയത്ത് നെഗോസിയേഷൻസ് വെയർ ഓൺ. ആ നെഗോസിയേഷൻ കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് അദ്ദേഹം ചെയ്യാതെ. അതുകൊണ്ടായിരിക്കുമല്ലോ പെട്ടെന്ന് അദ്ദേഹത്തിന് ഇതിൽ അഴിമതി ഉണ്ടെന്ന് തോന്നാൻ കാരണം. PMCയിലും മദ്യനയത്തിലുമാണ് ഇപ്പോൾ മുൻ സർക്കാരിനെ ചാരിക്കൊണ്ട് ഉള്ള വിമർശനം. ആ തരത്തിലേക്കാണ് മാത്യു കുഴൽനാടൻ നിയമസഭയിൽ സംസാരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.